കുറച്ചുകൂടി നേരത്തെ ഇവിടെ വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതുകൊണ്ട് ഇന്നലെ തന്നെ അങ്ങ് ചാർജ് എടുത്തു. ഭാർഗവൻ വെളിപ്പെടുത്താൻ പോകുന്ന സത്യങ്ങൾ കേട്ട ഉടൻ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് വേണ്ടേ? ഈ സന്ദർഭത്തിന് യോജിച്ചത് ആയുധത്തെക്കാൾ അധികാരമാണെന്ന് എനിക്ക് തോന്നി. പറഞ്ഞോളൂ, പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ. ആ, മനഃശാസ്ത്രജ്ഞന്റെ അമ്മയും സഹോദരിയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? 3 പേരെ ഞാൻ വന്ന് കണ്ടോളാം. എടോ ഭാർഗവ, ഡിപ്പാർട്ട്മെന്റിലും സമൂഹത്തിലും വർഷങ്ങളായി ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്ലീൻ ഇമേജ് ഉണ്ടല്ലോ, അറിയപ്പെടുന്ന ഒരു കുറ്റവാളിയായ ഭാർഗവന് അത് തകർക്കാനാകില്ല. പോലീസിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും താൻ പോയി പറഞ്ഞു എനിക്ക് കഞ്ചാവ് തോട്ടങ്ങളുണ്ടെന്നും ജോസഫ് മാത്യുവിനെ കൊന്നത് ഞാനാണെന്നും. പക്ഷേ തെളിവുണ്ടോ കയ്യിൽ? പോലീസും കോടതിയും തെളിവ് ചോദിക്കും. വ്യക്തികൾക്ക് അവകാശമില്ലാത്ത ഏതോ കാടിന്റെ താഴ്വരകളിലെ കഞ്ചാവ് തോട്ടങ്ങൾ എന്റേതാണെന്ന് പറഞ്ഞാ ആര് വിശ്വസിക്കും? എങ്ങനെ വിശ്വസിപ്പിക്കും? ബുദ്ധിയില്ലടോ തനിക്ക്. അതുകൊണ്ടെടുത്ത തീരുമാനമായതൊക്കെ. ബുദ്ധിയില്ലാത്ത പൊട്ടന്മാർക്കൊരു കുഴപ്പമുണ്ട്. അവര് മുൻപിൻ നോക്കാൻ അറിയാത്തവരാ. അവൻ അടിക്കുന്ന അടിയിൽ ബുദ്ധിമാൻ അവന്റെ ബുദ്ധി സൂക്ഷിച്ചിരിക്കുന്ന തലച്ചോറ് ചിന്നി ചിതറും. അടിക്കാൻ കൈ പൊങ്ങിയാലല്ലേ ഭാർഗവ? എപ്പോഴെങ്ങനെയാണ് അടി വീഴുകയെന്ന് ഊഹിക്കാൻ പോലും തനിക്ക് കഴിയില്ല. ആഹാ, അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാത്തിരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. തന്നെപ്പോലെ കാക്കിക്കുപ്പായമിട്ട് നടക്കുന്ന ഒരുപാട് കള്ളന്മാർ ഈ നാട്ടിലുണ്ട്. അവരിൽ പലരും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഗതിയും മറ്റൊന്നായിരിക്കില്ല. കോടതി സഹായിച്ചില്ലെങ്കിൽ എന്റേത് മാത്രമായ ഒരു കോടതിയായിരിക്കും നിന്റെ വിധി പ്രസ്താവിക്കുന്നത്. ആ വിധി സ്വല്പം മോശമായിരിക്കും.